വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 368 ഇതിനെക്കുറിച്ച് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ കുറിച്ച് പറയുന്നല്ലേ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഭരണഘടനാ ഭേദഗതി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ആർട്ടിക്കിളിനെ എടുത്തു മാറ്റുന്നതിനോ അല്ലെങ്കിൽ ഒരു പുതിയ ആർട്ടിക്കിളിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ആർട്ടിക്കിളിനെ ഏതെങ്കിലും രീതിയിൽ വ്യത്യാസം വരുത്തുകയോ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഞാൻ ഇന്നിവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏകദേശം 106 തവണയാണ് അമെൻഡ് ചെയ്തിട്ടായിട്ട് കാണാൻ പറ്റുക. ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും അവസാനം വന്ന അമെൻമെൻറ്റ് ബിൽ എന്ന് വിളിക്കുന്നത് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന പേരിൽ അറിയപ്പെടുന്ന വുമൺ റിസർവേഷൻ ബില്ലാണ്. 106ാം ഭരണഘടനാ ഭേദഗതിയും 128ാമത്തെ അമെൻമെൻറ്റ് ബില്ലുമായിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 368 പ്രകാരം 2 രീതിയിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഭേദഗതി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 368 പ്രകാരം 2 രീതിയിലാണ് ഭരണഘടനകളെ നമ്മൾ ഭേദഗതി ചെയ്യുന്നത്. ഒന്ന് സ്പെഷ്യൽ മെജോറിറ്റി, 2 സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് കൺസെൻറ്റ് ഓഫ് സ്റ്റേറ്റ്. അതെന്താണ് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കാനുള്ള 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ദിരാസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന 1976 ഒരു എമർജൻസി സമയത്ത് പാസ്സാക്കിയ ഭരണഘടനാ ഭേദഗതിയായിരുന്നു 42ാം ഭരണഘടനാ ഭേദഗതി. 1973 സുപ്രീം കോർട്ട് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ പറഞ്ഞു വെച്ച ബേസിക് സ്ട്രക്ചർ, അതായത് ഇന്ത്യൻ ഭരണഘടനയെ അടിസ്ഥാന തത്വത്തിൻ്റെ ലംഘനം കൂടിയായിരുന്നു 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അറ്റ സ്ട്രെച്ചിൽ 19 മാറ്റങ്ങളാണ് അന്ന് ഇന്ദിരാഗാന്ധി മാറ്റപ്പെടുന്നത്. അധികാരം ഒരൊറ്റ വ്യക്തിയിലേക്കും ഭൂരിപക്ഷം ഒരൊറ്റ പാർട്ടിയിലേക്കും കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അധികാരത്വരയുടെ ഉത്തരം കൂടിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് വിളിക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ള 42ാം ഭരണഘടനാ ഭേദഗതിയിൽ ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ്. 42ാം ഭരണഘടനാ ഭേദഗതിയിൽ വന്ന പ്രധാനപ്പെട്ടൊരു മാറ്റം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഓക്കെ, എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട് വന്ന മാറ്റമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ, അഥവാ നാച്ചർ എന്നുള്ള പേരിൽ നമുക്ക് വിളിക്കാൻ പറ്റും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നാച്ചർ അഥവാ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യകാലത്ത് അത് പറഞ്ഞിരുന്നത് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നുവെങ്കിൽ 42ാം ഭരണഘടനാ ഭേദഗതിയിൽ അതിനെ കംപ്ലീറ്റ്ലി മാറ്റി എന്താക്കി മാറ്റുന്നുണ്ട്? സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാക്കി മാറ്റുന്നു. അതായത് 2 പുതിയ വാക്കുകൾ കൂടി ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ആഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ വാക്ക് ഏതായിരുന്നു? സോഷ്യലിസ്റ്റ്. അതുപോലത്തെ രണ്ടാമത്തെ വാക്ക് ഏതായിരുന്നു? സെക്കുലർ. അതിനുശേഷം, അതായത് 42ാം ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് മാത്രമായിരുന്നു സോവറിൻ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു. കൂടാതെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ തന്നെ യൂണിറ്റി ഓഫ് ദ നാഷൻ എന്നുള്ള വാക്കിനെ എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. യൂണിറ്റി ഓഫ് ദ നാഷൻ എന്ന് മാറ്റിയിട്ട് പകരം യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നാഷൻ എന്നുള്ള വാക്കിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യകാലത്ത് ഏത് വാക്ക് മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ? യൂണിറ്റി ഓഫ് ദ നാഷൻ എന്നുള്ള വാക്ക് മാത്രമേ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ പിന്നീട് അത് എന്താക്കി മാറ്റുന്നുണ്ട്? യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നാഷൻ എന്നുള്ള വാക്കിലേക്ക് മാറ്റുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് എവിടെ വന്നായിട്ട് കാണാൻ പറ്റുക? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ വന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക. രണ്ടാമതായി വന്ന മാറ്റം 7th ഷെഡ്യൂളാണ്. നമുക്കറിയാം 7th ഷെഡ്യൂളിൽ പ്രധാനമായിട്ടും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൻ്റെ ഭാഗമായിട്ട് 3 ലിസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നതല്ലേ. ഫോർ എക്സാമ്പിൾ യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? പാർലമെൻറ്റ് നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്ന മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് യൂണിയൻ ലിസ്റ്റ്. ഓക്കെ, ഇന്ത്യൻ പാർലമെൻറ്റിന് നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്ന മേഖല. രണ്ടാമത്തേത് എന്ന് വിളിക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അതായത് സംസ്ഥാന നിയമനിർമ്മാണ സഭകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്ന മേഖലയാണ് ഏത്? സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഏത്? കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാർലമെൻറ്റിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും നിയമം നിർമ്മിക്കാൻ പറ്റുന്ന മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺകറൻറ്റ് ലിസ്റ്റ്. അങ്ങനെ പ്രധാനപ്പെട്ട 3 ലിസ്റ്റുകളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് 7th ഷെഡ്യൂളിൽ. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. ആ 7th ഷെഡ്യൂളിൽ വന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 5 സബ്ജക്റ്റുകൾ എങ്ങോട്ട് മാറ്റുന്നുണ്ട്? കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 പ്രധാനപ്പെട്ട വിഷയങ്ങൾ എങ്ങോട്ട് മാറ്റുന്നു? കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെയാണത്? ഒന്നാമത്തേതാണ് ഇത് എഡ്യൂക്കേഷൻ, രണ്ടാമത്തേതാണ് ഫോറസ്റ്റ്, മൂന്നാമത്തേതാണ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ്, നാലാമത്തേതാണ് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്, ആൻഡ് അഞ്ചാമത്തെ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ പറയുന്ന 5 ഏത് ലിസ്റ്റിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ലിസ്റ്റിലായിരുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. പക്ഷേ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ് ലിസ്റ്റിലെ ഈ കാര്യങ്ങൾ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്? കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അതായിരുന്നു ഏതിൽ വന്ന വ്യത്യാസം? ഇന്ത്യൻ ഭരണഘടനയുടെ 7th ഷെഡ്യൂളിൽ വന്ന വ്യത്യാസമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്ന ആർട്ടിക്കിൾ 51A ആണ്. അതായത് നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ എന്തിനെക്കുറിച്ച് പറയുന്നുണ്ട്? നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? അഥവാ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും എന്താണ്? ബോധവാന്മാരാണ്. അതായത് നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള റൈറ്റ്സ് കിട്ടണമെന്നുള്ള കാര്യത്തിൽ എന്താണ്? നമ്മൾ പൂർണ്ണമായിട്ടും ബോധവാന്മാരാണ്. പക്ഷേ നമ്മുടെ ഡ്യൂട്ടീസിനെ കുറിച്ച്, അതായത് ഒരു രാജ്യത്തോട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ എന്തല്ല? ബോധവാന്മാരല്ല എന്നുള്ള ആശയത്തിൽ നിന്നാണ് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 1976 നിലവിൽ വരുന്ന സമയത്ത് എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഉണ്ടായിരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ നിലവിൽ എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഇവിടെ ഉള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ ചോദ്യം വരാം, 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്താണ്? 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്താ നമുക്കറിയാം. എന്താണ് 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യണം? അവരുടെ ഗാർഡിയൻസ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതാണ് 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എപ്പോഴാണ് നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ്? 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി നിലവിൽ വരുന്നത് 86ാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ്. ഓക്കെ, 86ാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം 2002 എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 86ാമത്തെ അമെൻമെൻറ്റ് ആക്ടിൽ തന്നെയാണ് ഏത് നിലവിൽ വരുന്നത്? ആർട്ടിക്കിൾ 21A നിലവിൽ വരുന്നത് അല്ലേ? ആർട്ടിക്കിൾ 21A എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷനാണ്, അഥവാ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ഏത്? ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. അവിടെ എന്താണ് പറയുന്നത്? ദ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്റ്റേറ്റ് എന്ത് കൊടുത്തിരിക്കണം? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? നിലവിൽ വന്ന ഡേറ്റ് വ്യത്യാസം എത്രയാണ്? 86ാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം 2002 എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിക്കിൾ 51A അതായത് 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും നിലവിൽ വരുന്ന ഏത് സമയത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്താണ്? 42ാം ഭരണഘടനാ ഭേദഗതി സമയത്താണ് എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ പല കാര്യങ്ങളിലും പാർലമെൻറ്റിൻ്റെ പല കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസം വരുത്തുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് എന്ന് പറയുന്നത് മേഡ് പ്രസിഡന്റ് ബൗണ്ട് ദ അഡ്വൈസ് ഓഫ് ദി ക്യാബിനറ്റ്. അതായത് എന്താണ്? ക്യാബിനറ്റ് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ക്യാബിനറ്റ് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? പ്രസിഡന്റ് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം?
അനുസരിക്കണം എന്നുള്ളൊരു നിയമം എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. കൂടാതെ പറയുന്നുണ്ട് അലൗ സെൻറ്റർ ടു ഡിപ്ലോയ് ദ സെൻട്രൽ ഫോഴ്സസ് ഇൻ സ്റ്റേറ്റ് ടു ഡീൽ വിത്ത് ദി കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ അണ്ടർ ആർട്ടിക്കിൾ 257A. എന്താണ് ഈ ആർട്ടിക്കിൾ 257A എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. ഉദാഹരണമായിട്ട് ഒരു സംസ്ഥാനത്ത് അഥവാ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ അബ്നോർമൽ സർക്കംസ്റ്റാൻസസ്, അതായത് സാധാരണഗതിയിലല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കാമെന്ന് വയ്ക്കുക. ഉദാഹരണമായിട്ട് ഏതെങ്കിലും നിയമങ്ങളുടെ വയലേഷനോ അല്ലെങ്കിൽ വലിയ രീതിയിൽ റവല്യൂഷൻസോ ഏതെങ്കിലും ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അഥവാ യൂണിയൻ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഫോഴ്സസിനെ എങ്ങോട്ട് വിടാൻ പറ്റും? സ്റ്റേറ്റ്സിലേക്ക് വിടാൻ പറ്റുമെന്നുള്ള പുതിയൊരു ആർട്ടിക്കിൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, 42ാം ഭരണഘടനാ ഭേദഗതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, എഴുതി ചേർക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, ഗേവ് സ്പെഷ്യൽ ഡിസ്ക്രിഷണറി പവേഴ്സ് ടു ദി സ്പീക്കർ ഓഫ് ദി ലോക്സഭ ആൻഡ് പ്രൈം മിനിസ്റ്റർ, ആർട്ടിക്കിൾ 329A. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കിൾ 329A പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഉദാഹരണമായിട്ട് പ്രൈം മിനിസ്റ്റർ അതുപോലെ തന്നെ എന്താണ് സ്പീക്കർ ഓഫ് ലോക്സഭ തുടങ്ങിയവർക്ക് ചില പ്രത്യേക അധികാരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ എന്താണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് വേർ ഗിവൺ പ്രസിഡൻസ് ഓവർ ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് എനി ലോ മെയ്ഡ് ടു ദി എഫക്ട് ബൈ ദി പാർലമെൻറ്റ് വാസ് കെപ്റ്റ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ബൈ ദി കോർട്ട്. അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, DPSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് എങ്ങനെ നിയമങ്ങൾ നിർമ്മിക്കണം എന്നുള്ളതാണ്. അല്ലെ, ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്യണം, ലോ മേക്കിംഗ് സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്, DPSPയിൽ പറയുന്നത്. പക്ഷെ ഒരു നിയമമുണ്ട്, ഏതെങ്കിലും നിയമങ്ങൾ ഉദാഹരണമായിട്ട് DPSP പ്രകാരമുള്ള ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ ആരെ വയലേറ്റ് ചെയ്യാൻ പാടില്ല, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിക്കിൾ 13 പ്രകാരം. ആർട്ടിക്കിൾ 13 നമുക്കറിയാം എന്താണ്, ജുഡീഷ്യൽ റിവ്യൂ ആണ്, അല്ലേ? അതായത് മൗലികാവകാശത്തിനെതിരായിട്ടൊരു നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിനെ ആർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഈ അധികാരത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പൂർണ്ണമായിട്ടും വന്ന് എടുത്തു മാറ്റുന്നതായിട്ട്. അതായത് 42ാം ഭരണഘടനാ ഭേദഗതി സമയത്ത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ എന്താണ്, ഈ അധികാരത്തെ പൂർണ്ണമായും എടുത്തു മാറ്റുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്, 42ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പാർലമെൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 42ാം ഭരണഘടനാ ഭേദഗതി സമയത്ത് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എന്താണ്, ജുഡീഷ്യൽ പവേഴ്സ് ഓഫ് ഹൈക്കോർട്ട്. എന്താണ്, കട്ടേൾഡ് ദ ജുഡീഷ്യൽ റിവ്യൂ പവർ ഓഫ് ദ ഹൈക്കോർട്ട്. അതായത് നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യക്കും അതുപോലെ തന്നെ ഹൈക്കോർട്ട് ഓഫ് സ്റ്റേറ്റ്സിനും എന്തുണ്ട്, ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള അധികാരമുണ്ട്. എന്താണ്, ജുഡീഷ്യൽ റിവ്യൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ തെറ്റായൊരു നിയമം നിർമ്മിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ചോദ്യം ചെയ്യാൻ പറ്റും. ഇത് ഏതിൻ്റെ ഭാഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ അധികാരങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ. അതായത് എന്താണ്, നമുക്ക് വേണമെങ്കിൽ വിളിക്കാം എന്താണ്, ചെക്ക് ആൻഡ് ബാലൻസ് എന്ന് പറയാറുണ്ട്, അല്ലേ? ചെക്ക് ആൻഡ് ബാലൻസിൻ്റെ ഭാഗമാണ്. അഥവാ സെപ്പറേഷൻ ഓഫ് പവേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള അധികാരമാണ്. എന്താണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്? ഫോർ എക്സാമ്പിൾ, പാർലമെൻറ്റിന് നിയമം നിർമ്മിക്കാനുള്ള അധികാരം, എക്സിക്യൂട്ടീവിന് നടപ്പിലാക്കാനുള്ള അധികാരം, ജുഡീഷ്യറിക്ക് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം. അതിനെയാണ് നമ്മൾ ചെക്ക് ആൻഡ് ബാലൻസ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജുഡീഷ്യൽ റിവ്യൂ അധികാരം. പക്ഷേ ഈ അധികാരത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പൂർണ്ണമായും എടുത്തു മാറ്റുന്നു. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ പാർലമെൻറ്റിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ജുഡീഷ്യറിയുടെ നിയമങ്ങൾ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ ഉയർത്താൻ മാത്രമേ സാധിക്കുള്ളൂ, കുറയ്ക്കാൻ എന്ത് ചെയ്യില്ല, സാധിക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ആർക്കെതിരായിരുന്നു, ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, 42ാം ഭരണഘടനാ ഭേദഗതി സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ കുറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി ഞാൻ നേരത്തെ പറഞ്ഞു, ഏകദേശം
19ഓളം മാറ്റങ്ങളാണ് 42ാം ഭരണഘടനാ ഭേദഗതി സമയത്ത് വരുന്നത്. അതിൽ മെജോറിറ്റിയും, അതായത് ഈ 19 മാറ്റങ്ങളിൽ 50% മാറ്റങ്ങളും എന്ന് വിളിക്കുന്നത് സുപ്രീം കോർട്ടിൻ്റെയും ഹൈക്കോർട്ടിൻ്റെയും അധികാരങ്ങളിൽ വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളായിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം സിമ്പിൾ മെജോറിറ്റി പ്രകാരം അധികാരം കൂട്ടാൻ മാത്രമേ ആർക്ക് സാധിക്കൂ? പാർലമെൻറ്റിന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ സിമ്പിൾ മെജോറിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊരു വോട്ടിംഗ് മെത്തേഡാണ്. സിമ്പിൾ മെജോറിറ്റി എന്ന് വിളിക്കുന്നത് എന്താണ്? ഒരു വോട്ടിംഗ് മെത്തേഡാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം എന്താണ് ഈ സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോകസഭയിൽ 543 അംഗങ്ങളാണല്ലോ ഉള്ളത്. നിലവിൽ 543 അംഗങ്ങളുണ്ട്. ഈ 543 അംഗങ്ങളിൽ ഈ 543 പേരും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു 143 പേരെന്താണ് ആബ്സെൻ്റ് ആയിരുന്നു എന്ന് വയ്ക്കുക. ബാക്കി എത്ര പേരുണ്ട്? 400 പേരുണ്ട്. ഇനി ഈ 400 പേര് വന്നാൽ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ 400 പേരും വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു 300 പേരെ വോട്ട് ചെയ്തുള്ളൂ എന്ന് വയ്ക്കുക. ഒരു 300 പേരെ വോട്ട് ചെയ്യുന്നുള്ളൂ എന്ന് വയ്ക്കുക. ഈ 300ൻ്റെ പകുതിയിലധികം, അതായത് 151 പ്ലസ് വോട്ടുകൾ. 151 പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ വിളിക്കാൻ പറ്റും? ഫോർ എക്സാമ്പിൾ മോർ ദാൻ 50% ഓഫ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമ്പിൾ മെജോറിറ്റി. ഇങ്ങനെ സിമ്പിൾ മെജോറിറ്റി പ്രകാരം അധികാരം ഉയർത്താൻ മാത്രമേ ആൾക്ക് സാധിക്കുള്ളൂ, ഇന്ത്യയുടെ പാർലമെൻറ്റിന് സാധിക്കുള്ളൂ. പക്ഷേ 42ാം ഭരണഘടനാ ഭേദഗതി സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആ അധികാരം കുറയ്ക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഏതിൻ്റെ പ്രത്യേകതയാണ്? ഈ 42ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും 42ാം ഭരണഘടനാ ഭേദഗതി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, അതായത് എന്താണ്, ഭരണഘടനയ്ക്ക് എതിരാണ് എന്ന് പറയാൻ കാരണം. ക്ലിയർ? പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആർട്ടിക്കിൾ 323A, 323B ആൻഡ് പാർട്ട് 11 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്താണ്, ഫോർ എക്സാമ്പിൾ പാർട്ട് 14A എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, 323A, 323B ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്ത് ചേർക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അതായത് ഇതിൽ പാർട്ട് 14 എന്താണ്? പാർട്ട് 14A എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്? ട്രൈബ്യൂണൽസ് ഡീലിംഗ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആൻഡ് ട്രൈബ്യൂണൽസ് ഫോർ അതർ മാറ്റേഴ്സ്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്? ട്രൈബ്യൂണൽസ് നിലവിൽ കൊണ്ടുവരുന്നുണ്ട്. എന്താണ് ഈ ട്രൈബ്യൂണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ട്രൈബ്യൂണൽസ് എന്ന് വിളിക്കുന്നത്? ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. എന്താണ്? ക്വാസി ജുഡീഷ്യൽ ബോഡി. എന്താണ് ഈ ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ ഒരു സിവിൽ കോർട്ടിൻ്റെ അധികാരങ്ങളുള്ള സ്ഥാപനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാസി ജുഡീഷ്യൽ ബോഡി. എന്താണ്? ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളുള്ള സ്ഥാപനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാസി ജുഡീഷ്യൽ ബോഡി. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫോർ എക്സാമ്പിൾ NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡി. അതായത് ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർക്ക് കേസെടുക്കാം. പക്ഷേ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ ആർക്ക് കേസെടുക്കാൻ സാധിക്കൂ? NHRCക്ക് സാധിക്കൂ. ദ സെയിം മീനിങ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആർക്ക് കേസെടുക്കാം? ട്രൈബ്യൂണൽസ്. ഫോർ എക്സാമ്പിൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഇത്തരം ഒരു ആശയം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൂടി ഏതിൻ്റെ ഭാഗമാവുന്നുണ്ട്? 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതും എന്താണ്? ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിൽ ഒന്നായിരുന്നു എന്നുള്ളതാണ്. പിന്നെ മാറ്റം കൊണ്ടുവരുന്ന എവിടെയാണ്? DPSP അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലായിരുന്നു. അതായത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഉദാഹരണമായിട്ട് DPSP എടുക്കുമ്പോൾ DPSPയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. അതായത് വേർ ആഡഡ് ദ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് ഓഫ് DPSP ആൻഡ് വൺ വാസ് അമെൻഡഡ്. അതായത് ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു DPSPയെ അമെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ ആർട്ടിക്കിളുമായി അവർ ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടു സെക്യൂർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചിൽഡ്രൻ, അത് ആർട്ടിക്കിൾ 39 അതുപോലെ തന്നെ എന്താണ്? രണ്ടെന്താണ്? ടു പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദി പ്യൂർ, അത് ആർട്ടിക്കിൾ 39A. കൂടാതെ എന്താണ്? ടു ടേക്ക് സ്റ്റെപ്സ് ടു സെക്യൂർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദി മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്, ആർട്ടിക്കിൾ 43A. ആൻഡ് ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ എൻവിയോൺമെൻറ്റ് ആൻഡ് ദ സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ആർട്ടിക്കിൾ 48A.
ടോട്ടൽ ഈ 4 ആർട്ടിക്കിളുകളിലാണ് എന്ത് ചെയ്യുന്നത്, വ്യത്യാസം വരുത്തുന്നത്. 3 ആഡ് ചെയ്യുന്നു, 1 അമെൻഡ് ചെയ്യുന്നു എന്നിങ്ങനെ ഈ ടോട്ടൽ 4 ആർട്ടിക്കിളിലാണ് എന്ത് ചെയ്യുന്നത്, വ്യത്യാസം വരുത്തുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് എന്ത് ചെയ്യുന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വരുന്നത്. നമുക്കറിയാം, ഒരു എമർജൻസി സമയത്ത്, ഒരു അടിയന്തരാവസ്ഥ സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ 42ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കുന്നത്. 42ാം ഭരണഘടനാ ഭേദഗതി എമർജൻസി സമയത്തായതുകൊണ്ട് തന്നെ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തം ഫ്രീസ് ആയിരിക്കുന്നൊരു സമയമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പൂർണ്ണമായും ബാധകമല്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ടുള്ള നിയമങ്ങളും അതിൽ എഴുതി ചേർക്കുന്നുണ്ട്. പക്ഷേ ഒരു എമർജൻസിക്ക് ശേഷം പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് മൊറാർജി ദേശായി ഗവൺമെൻറ്റാണ്. അതായത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് വൻ ഭൂരിപക്ഷത്തോടു കൂടി പരാജയപ്പെടുകയും ആൻഡ് മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് അധികാരത്തിലെത്തുകയും ചെയ്യുന്നുണ്ട്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഷ്ടപ്പെട്ടു പോയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആ അന്തസത്ത 43, 44 ഭരണഘടനാ ഭേദഗതികളിലൂടെ ഒരു പരിധി വരെ തിരിച്ചു കൊടുക്കാൻ ആര് ശ്രമിക്കുന്നുണ്ട്, അന്ന് മൊറാർജി ദേശായി ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗമായി വന്നതാണ് 43ാം ഭരണഘടനാ ഭേദഗതി എന്ന് വിളിക്കുന്നത്. 1977 ഇത് നിലവിൽ വരുന്നത്. 43ാം ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീസ്റ്റോർഡ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈ കോർട്ട്സ് ഇൻ ദ റെസ്പെക്ട് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് ഇഷ്യൂ ഓഫ് റിട്സ്. നമ്മൾ പറഞ്ഞു 42ാം ഭരണഘടനാ ഭേദഗതി സമയത്ത് ഇന്ത്യൻ ജുഡീഷ്യറുടെ അധികാരം, അതായത് ജുഡീഷ്യൽ റിവ്യൂ, അതായത് മൗലികാവകാശങ്ങളോ മറ്റവകാശങ്ങളോ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാനുള്ള ജുഡീഷ്യറുടെ അധികാരം ഒരു പരിധിവരെ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് കുറയ്ക്കുന്നുണ്ട്. പക്ഷേ 43ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആ അവകാശങ്ങൾ പൂർണ്ണമായിട്ടും ആര് തിരിച്ചു കൊടുക്കുന്നുണ്ട്, മൊറാർജി ദേശായി ഗവൺമെൻറ് എന്താണ് തിരിച്ചു കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അത് 43ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രത്യേകതയാണ്. കൂടാതെ ഡിപ്രൈവ്ഡ് ദ പാർലമെൻറ്റ് ഓഫ് ഇറ്റ്സ് സ്പെഷ്യൽ പവേഴ്സ് ടു മേക്ക് ലോ ഡീൽ വിത്ത് ദി ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ എന്താണ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസുമായിട്ട് എന്താണ് പാർലമെൻറ്റിന് സ്പെഷ്യൽ പവേഴ്സ് എന്ത് ചെയ്യാം ഉപയോഗിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്നതിന് എന്ത് ചെയ്യുന്നു, ഡിപ്രൈവ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഈ 2 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് അന്ന് 43ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആര് കൊണ്ടുവരുന്നത്, മൊറാർജി ദേശായി ഗവൺമെൻറ് കൊണ്ടുവരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതിനുശേഷം വരുന്നതാണ് 44ാം ഭരണഘടനാ ഭേദഗതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭേദഗതിയാണ് 44ാം ഭരണഘടനാ ഭേദഗതി. 1978 44ാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് റിവേഴ്സ്ഡ് ദ പ്രൊവിഷൻ മെയ്ഡ് ബൈ 42nd Amendment Act that allowed the government to amend the constitution on its wish by Article 360 and 44th Amendment Act nullified this unjustified power to the government. അതായത് ഗവൺമെൻറ്റിന് സ്വന്തം ഇഷ്ടപ്രകാരം ആർട്ടിക്കിൾ 368 ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏതൊരു ഭാഗത്തെയും മാറ്റാമെന്ന് എന്ത് ചെയ്യുന്നു 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പറഞ്ഞിരുന്നെങ്കിൽ 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അത്തരമൊരു നിയമലംഘനത്തെ പൂർണ്ണമായും ഒഴിവാക്കുന്നുണ്ട്. അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല ഏത് ഇന്ത്യൻ ഭരണഘടന എന്നുള്ള ആ ആശയം വീണ്ടും മൊറാർജി ദേശായി ഗവൺമെൻറ് റീസ്റ്റോർ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. കൂടാതെ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, 1973 ഏപ്രിൽ 24 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിലൂടെയാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു മൗലികാവകാശമല്ല എന്ന് പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എഫിലും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 31 ഏതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്, റൈറ്റ് ടു പ്രോപ്പർട്ടിയെക്കുറിച്ച് പറഞ്ഞിരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ദ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിലൂടെ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. അന്ന് സുപ്രീം കോർട്ടിൻ്റെ വിധി എന്ന് പറയുന്നത് ഒരു മൗലികാവകാശമല്ല, മറിച്ചൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് അല്ലെങ്കിൽ ലീഗൽ റൈറ്റ് മാത്രമാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ അന്ന് ആ വിധിയെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാക്കി മാറ്റുന്നില്ല. പക്ഷേ 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൊറാർജി ദേശായി ഗവൺമെൻറ് ഇതിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാക്കി മാറ്റുന്നു. അതായത് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എഫിൽ നിന്നും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 31 നിന്നും റൈറ്റ് ടു പ്രോപ്പർട്ടിയെ പൂർണ്ണമായിട്ടും ആർട്ടിക്കിൾ 300A എന്ത് ചെയ്യുന്നുണ്ട്, റീപ്ലേസ് ചെയ്യുകയും ഇതിനൊരു ലീഗൽ റൈറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാക്കി മാറ്റുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് 44ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രത്യേകതയാണ്. കൂടാതെ previously the grounds for the declaration of the national emergency were external aggression and the internal disturbance
ബട്ട് ദ 44th അമെൻമെൻറ്റ് റീപ്ലേസ് ദ വേർഡ് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് വിത്ത് ദ വേർഡ് ആംഡ് റിബലിയൻ. അതായത് ആദ്യകാലങ്ങളിൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള ഒരു റീസൺ എന്ന് വിളിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന് എക്സ്റ്റേണൽ അഗ്രഷൻ, അതുപോലെ തന്നെ രണ്ടെന്താണ് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസസ്. പക്ഷേ 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ, അതായത് അന്ന് ഇന്ദിരാഗാന്ധി എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസസ് എന്നുള്ള കാരണം കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസസ് എന്നുള്ള വാക്കിനെ എടുത്തു മാറ്റുകയും മറിച്ച് എന്താക്കി മാറ്റുന്നുണ്ട്, ആംഡ് റിബേലിയൻ എന്നാക്കി മാറ്റുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്, 44ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, 44 വ്യത്യാസം വരുത്തുന്നുണ്ട്. കൂടാതെ ദ 44th അമെൻമെൻറ്റ് ആക്ട് മോഡിഫൈ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി പ്രൊവിഷൻ ആൻഡ് പ്രിവെൻറ്റഡ് ദം ഫ്രം ദ ബീയിങ് മിസ്യൂസ്ഡ് ഇൻ ദ ഫ്യൂച്ചർ. അതുപോലെ തന്നെ ഭാവിയിൽ ഈ നാഷണൽ എമർജൻസി എന്നുള്ള ആശയം മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസും കൂടി അവർ ഏതിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാക്കി മാറ്റുന്നു. അതായത് ഇറ്റ് റീസ്റ്റോർഡ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജൂറിസ്ഡിക്ഷൻ ആൻഡ് പവർ വിച്ച് ദേ എൻജോയ്ഡ് ബിഫോർ ദ 42nd അമെൻമെൻറ്റ് ആക്ട് വാസ് പാസ്ഡ്. ഇറ്റ് റീസ്റ്റോർഡ് സെക്കുലർ ആൻഡ് ഡെമോക്രാറ്റിക് ഡീൽസ് പ്രസൻറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് അതുപോലെ 42ാം ഭരണഘടനാ ഭേദഗതിക്ക് മുമ്പ് സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനും എന്തൊക്കെ അധികാരങ്ങൾ ഉണ്ടായിരുന്നോ ആ അധികാരങ്ങൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു കൊടുക്കുന്നതായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഒരു ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് തിരിച്ചു നൽകുന്നു എന്ന് തന്നെ പറയാം. കൂടാതെ ദ 44th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1978 ആഡഡ് വൺ മോർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, അതായത് DPSP കൂടി ഏതിൻ്റെ ഭാഗമാകുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. എന്താണ്, വിച്ച് റിക്വയേഴ്സ് ദ സ്റ്റേറ്റ് മിനിമൈസ് ഇൻഈക്വാലിറ്റീസ്, ഇൻകം, സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഈ ഒരു കാര്യം കൂടിയും അന്ന് ആർട്ടിക്കിൾ 38 ആര് എഴുതി വയ്ക്കുന്നുണ്ട്, മൊറാർജി ദേശായി ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, എഴുതി വയ്ക്കുന്നുണ്ട്. കൂടാതെ ദ 42nd ആൻഡ് 44th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 ആൻഡ് 78 റെസ്പെക്ട്ലി ഹാവ് മെയ്ഡ് ദ മിനിസ്റ്റീരിയൽ അഡ്വൈസ് ബൈൻഡിങ് ഓൺ ദ പ്രസിഡന്റ്. അതുപോലെ തന്നെ എന്താണ്, മിനിസ്റ്ററിൻ്റെ അഡ്വൈസ്, അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് എന്താണ്, പ്രസിഡന്റിനെ ബൈൻഡിങ് ആണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പ്രസിഡന്റിനോട് എന്തെങ്കിലും കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതനുസരിക്കാൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണ് എന്നുള്ളൊരു വകുപ്പ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, എഴുതി വയ്ക്കുന്നുണ്ട്. അത് 42ാം ഭരണഘടനാ ഭേദഗതിയിലും അതുപോലെ തന്നെ 44ാം ഭരണഘടനാ ഭേദഗതിയിലും എഴുതി ചേർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ 44ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രത്യേകതയാണ്. കൂടാതെ ദ 44th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1978 introduced a new provision to but a restraint of the power of parliament to extend proclamation of president rule beyond 1 year. This it is provided that beyond 1 year the president rule can be extended by 6 months at a time only when the following two conditions are fulfilled. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രസിഡന്റിൻ്റെ ഭരണം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് 1 വർഷം വരെ എന്നുള്ളതിൽ എന്ത് ചെയ്യുന്നു, അതിനും മാറ്റം വരുത്തുന്നുണ്ട്. മറിച്ച് എന്താക്കി മാറ്റുന്നുണ്ട്, ഓരോ 6 മാസവും എന്ത് ചെയ്യണം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു പ്രൊവിഷൻ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, 44ാം ഭരണഘടനാ ഭേദഗതിയിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിൽ വന്നത്. അതുപോലെ തന്നെ 42ാം ഭരണഘടനാ ഭേദഗതിയിൽ വന്ന മാറ്റങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും ഇല്ലാതാക്കായിരുന്നു ഏത് ഭേദഗതി എന്ന് പറയുന്നത്, 43 അല്ലെങ്കിൽ 44 ഭരണഘടനാ ഭേദഗതി. ചിലപ്പോൾ ചോദിക്കാറുണ്ട് 43, 44 ഭരണഘടനാ ഭേദഗതി ആരുടെ കാലഘട്ടത്തിലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊറാർജി ദേശായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. കൂടാതെ 42ാം ഭരണഘടനാ ഭേദഗതി എന്തൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 42ാം ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ദിരാസ് കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി പല പേരുകളിലും എന്നാണ് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര രീതിയിലാണ് ഭേദഗതി ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 368 കീഴിൽ 2 രീതികളിലാണ് ഭേദഗതി ചെയ്യാൻ പറ്റുക. അതിൽ ഒന്നാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റി അണ്ടർ ആർട്ടിക്കിൾ 368 രണ്ടാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് കൺസെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഇൻ സിമ്പിൾ മെജോറിറ്റി അണ്ടർ ആർട്ടിക്കിൾ 368 എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതയാണ്. കൂടാതെ അമെൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡാണോ, അഥവാ പെട്ടെന്ന് മാറ്റാൻ കഴിയാത്തതാണോ, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആണോ, അഥവാ പെട്ടെന്ന് മാറ്റാൻ കഴിയുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരേ സമയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡും അതുപോലെ തന്നെ ഫ്ലെക്സിബിളുമാണ് എന്ന് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് പറയേണ്ടി വരും.